നമ്മൾ ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇമോഷണലി നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. നല്ല കഴിവുള്ള നല്ല സ്ട്രോങ് ആയ സ്ത്രീകളെ കാണുമ്പോൾ നമുക്കൊരു തന്നെ ഒരു ബഹുമാനമാണ് അവരോട് അല്ലേ. നമ്മൾ പറയാറുണ്ട്, അവരെ കരുത്തട്ടൊരു സ്ത്രീയാണ്, അവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുള്ളൂ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു കരുത്തട്ട സ്ത്രീ ആവാൻ, അല്ലെങ്കിൽ ഒരു ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതായത് നമ്മളിപ്പോൾ നന്നായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത്, എന്തെങ്കിലും സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് വെറുതെ കണ്ണാടിയിൽ നോക്കി ഒന്ന് വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക. അങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ നമുക്ക് ആ വിഷമത്തിൽ നിന്ന് ചെറിയ രീതിയിൽ മറികടക്കാൻ സാധിക്കുമെന്നാണ്. അതായത് പിന്നെ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മളെ പേശികളൊക്കെ ഒന്ന് വലിയും, അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ഏസിട്ട ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? കണ്ണാടിയിൽ നോക്കി ചിരിക്കാൻ പറ്റില്ലെങ്കിൽ ആരോടെങ്കിലും, നമ്മൾ ചിലപ്പോൾ തീരെ ചിരിക്കാത്തവരായിരിക്കും അല്ലേ. ചില ആൾക്കാർ നമ്മൾ കാണാറുണ്ട് ഒട്ടും ചിരിക്കില്ല അല്ലേ. എന്ത് സന്തോഷം വന്നാൽ പോലും അവരുടെ മുഖത്തൊരു ചിരി വരാറില്ല. നേരെ മറിച്ച് ചില ആൾക്കാരോ എന്തിനും ചിരിക്കും. അപ്പോൾ ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ കുറച്ചും കൂടി ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ചിരിക്കാത്തവരോട് പോലും ഒന്ന് വെറുതെ ഒന്ന് ചിരിക്കുക. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. രണ്ടാമത് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമാണ് നേരത്തെ എഴുന്നേൽക്കുക. അതായത് രാവിലെ, അതായത് നമുക്കറിയാം ഒരു 5 മണി 6 മണി 7 മണി ആ ഒരു സമയത്തിനകം നമ്മൾ എഴുന്നേറ്റിരിക്കുക. രാത്രി സമയങ്ങളിൽ നമ്മൾ ലേറ്റായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അത് സാധിക്കില്ല അല്ലേ. കാരണം ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ രാത്രി നേരത്തെ കിടന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുന്നൊരു ശീലം നമുക്കുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് അത് വെറുതെ എന്ന് ശീലിക്കാമെന്നല്ല, റുട്ടീൻ ഉണ്ടായിരിക്കണം. അതിന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഇന്നേത് ദിവസം ഇന്നേത് ചെയ്യണം, അതേപോലെ റുട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പം രാത്രി റുട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ രാവിലെ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി വളരെ നേരത്തെ തന്നെ കിടന്നുറങ്ങണം. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയ വ്യക്തിക്ക് മാത്രമേ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റൂ. അല്ലാത്ത പക്ഷം സാധിക്കില്ല. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. പലപ്പോഴും നമുക്കൊക്കെ ഉള്ള ശീലമാണ്, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് രാവിലെ ഒരുപാട് ലേറ്റായിട്ട് എണീക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവർക്ക് പലപ്പോഴും തലവേദന, ക്ഷീണം പോലുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അവർ അന്നത്തെ ദിവസം ഭക്ഷണം വേണ്ടായിരിക്കും. അത്തരം പ്രോബ്ലംസ് കൂടുതലുണ്ടാകുന്നത് ലേറ്റായിട്ട് എണീക്കുന്ന ആൾക്കാരിലാണ്. അപ്പോൾ ആ ശീലം നമ്മൾ ഒഴിവാക്കുക. മൂന്നാമത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അല്ലേ. എന്ത് അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളൂ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ല. നമ്മളെക്കാളും താഴ്ന്നു നിൽക്കുന്നവർ, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവർ, കണ്ണ് കാണാത്തവർ, എന്തിനു പറയുന്നു, ഒരുപാട് ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത് മാത്രം നമുക്ക് മനസ്സിലാവുന്നു നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യുക? എഴുതി വെച്ചിട്ട്, അല്ലെങ്കിൽ അതെന്നും ഓർത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അത് ഒരുപാട് നമുക്ക് ഇത് കിട്ടും. അതായത് നമ്മൾ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണെന്ന് ഓരോ നിമിഷവും നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നന്മ ഉണ്ടാകും, ഒരുപാട് ഹാപ്പി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് ഹാപ്പിനെസ് കൊണ്ടുവരാൻ കഴിയും. നാലാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് അറിവുകൾ സമ്പാദിക്കുക. അതായത് നമ്മൾ ഒരു ദിവസം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നേരം വെളുത്തായി നമ്മൾ ചിന്തിക്കുമോ ഇന്ന് എനിക്കൊന്നിനും സമയമില്ല, നാളെ ആവട്ടെ. ഈ ഒരു ചിന്ത നമ്മൾ മാറ്റുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെയെങ്കിലും നമ്മളൊരു സമയം ഇതിനു വേണ്ടി കണ്ടെത്തുക. അതിപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബുക്സുകൾ വായിച്ചുകൊണ്ടാണ് അറിവുകൾ കണ്ടെത്തുന്നത്. അന്ന് ഫോണുകളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഒന്നും നമുക്കില്ല. ഇപ്പം നമ്മളെ വീട്ടിൽ പോലും വൈഫൈ ഉണ്ട്. വൈഫൈ ഉള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്, എന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് അറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അത്തരം രീതിയിൽ നമ്മൾ അറിവുകൾ സമ്പാദിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ മറ്റ് നെഗറ്റീവ്സുകളൊന്നും കടക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ഹാപ്പിയായി മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപാട് വ്യക്തികളുടെ പ്രയത്നം കൊണ്ടും പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ എഴുതി കുറിച്ചതാണ് ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകളാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഒരുപാട് അറിവുകൾ എവിടുന്നൊക്കെ സമ്പാദിക്കുക. ചിലയിടത്തൊക്കെ പോകുമ്പോൾ, ടൂറ് പോകുമ്പോൾ, പല സ്ഥലങ്ങൾ കാണുമ്പോൾ, ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റയടിക്ക് പഠിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്, ഈ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത്. ഒത്തിരി പേരുടെ അനുഭവങ്ങളാണ് അവരെ കുറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും അതായത് ഒരറിവ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, മറ്റെന്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അഞ്ചാമത്തെ കാര്യമാണ് ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ സവനപ്പും സോഡയും ഒക്കെ ഒരുപാട് അടിച്ച് കയറ്റുക എന്നുള്ളതല്ല. നമുക്ക് ഏറ്റവും ശുദ്ധമായത് നമ്മുടെ പച്ചവെള്ളം, അതായത് വെറും ശുദ്ധമായ വെള്ളം എന്ന് പറയുന്നത്
ഷുഗറും മറ്റു കാര്യങ്ങളൊന്നും ചേർക്കാത്ത നമ്മുടെ കിണറ്റിൽ നിന്നുള്ള വെള്ളം, അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഉചിതമായ വെള്ളം എന്ന് പറയുന്നത്. വെള്ളം ഒരുപാട് കുടിക്കുന്നവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആരോഗ്യത്തോടൊപ്പം മനസ്സിനും സന്തോഷം നൽകുന്നു. അപ്പം വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ചെറിയ രീതിയിലൊക്കെ എല്ലാവരും വെള്ളം കുടിക്കുന്നത്, വെള്ളത്തിന് പകരം കൂടുതൽ ഫുഡാണ് ഐറ്റംസാണ് കൂടുതൽ കഴിക്കുന്നത് അല്ലേ. വെള്ളം കൂടി കുറഞ്ഞ ആൾക്കാരുടെ കൂടുതലും കാണുന്നത്. അതുകൊണ്ടാണ് കിഡ്നി രോഗങ്ങളൊക്കെ കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ മാക്സിമം വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിന് വേണ്ടത് അത് തന്നെയാണ്. ആറാമത്തെ കാര്യമാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയൊരു, നമ്മളെ തന്നെ സഹായിക്കുന്നതിന് തുല്യമാണത്. നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ സഹായിക്കാമെന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുമോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനെങ്ങനെ സഹായിക്കാനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നേതില്ല, ഞാനെങ്ങനെ അവർക്ക് കൊടുക്കാനാണ്. അത് ഫിസിക്കലിയുള്ള സഹായം മാത്രമല്ല ഒരു സഹായം എന്ന് പറയുന്നത്, മെൻ്റലിയുള്ള സഹായം തന്നെയാണ് ഏറ്റവും വലുത് അല്ലേ. നമ്മളൊരു വ്യക്തി ഇപ്പോൾ എന്താ പറയുക വളരെ വിഷമിച്ചിരിക്കുക, അപ്പോൾ അവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അല്ലെ അവരെ നമ്മളടുത്ത് ഇടപെടുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയെന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ ഈ വിഷമത്തിൽ നിന്ന് അവരെ പിന്തള്ളിക്കൊണ്ട് അവരെ ഹാപ്പി ആക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ വലിയ സഹായം എന്ന് പറയാൻ വേറെ ഇല്ല. അപ്പോൾ ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് മാനസികമായി നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ എപ്പോഴും കൊടുക്കുക. ഏഴാമത്തെ കാര്യമാണ് നമ്മൾ മോട്ടിവേഷൻ ടോക്സുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അതായത് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇന്ന് ഇഷ്ടം പോലെ യൂട്യൂബിലായിക്കോട്ടെ മറ്റ് പല ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ അത് കുറേയൊക്കെ ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് സമയം കിട്ടുമോ, സമയമില്ലെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നമുക്ക് കേൾക്കാം. എട്ടാമത്തെ കാര്യമാണ് മെഡിറ്റേഷൻ. നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ജീവിക്കാനൊരു മോഹം തോന്നും. നേരെ മറിച്ച് നമ്മൾ ഒരു കൺട്രോളിങ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, നമ്മളെ ബോഡി ഒട്ടും കൺട്രോൾ ചെയ്യുന്നില്ല, ഭക്ഷണത്തിന് പോലും അതുപോലെ എക്സസൈസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. കാരണം ഇനി ഞാൻ എന്തിനും ജീവിക്കണം, ഞാനായിട്ട് എനിക്കൊന്നും ചെയ്തും തന്നില്ല, എനിക്കാണെങ്കിൽ ഒരു ഭാഗ്യമില്ല എന്ന് ചിന്തിച്ച് നമ്മളങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽപ്ഫുള്ളാകും. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നു തോന്നുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആവുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് ഈ മെഡിറ്റേഷൻ, എക്സസൈസ്. ഇത് ഏറ്റവും ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ 9 കാര്യങ്ങളോളം പറഞ്ഞു. പക്ഷേ ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകും. പക്ഷേ ഇതിൽ ഒരു 3 എണ്ണെങ്കിലും നിങ്ങൾ മിനിമം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് വേണ്ടി ഇനിയും വീഡിയോസുകൾ ഇടുന്നതായിരിക്കും, എന്തായാലും ഇടും. പിന്നെ എല്ലാവരും കാണുക. ഓക്കെ.